ഇപ്പോൾ വലിയ വെയിറ്റ് കൊടുക്കേണ്ടി വരുന്നില്ലല്ലോ. എന്നിട്ട് ഇരുന്ന് നോക്ക്, ഇരുന്ന് നോക്കട്ടെ. പേഴ്സ് വെക്കൽ കംപ്ലീറ്റ് ഒഴിവാക്കണം, ഇല്ലേ ഈ സാധനം മാറൂല. പിന്നെ കോക്കിക്സിനുണ്ട്, അതും കൂടി. അത് മറ്റേ ബക്കറ്റിൽ അല്ല ബേസിനിൽ ഇരിക്കാനാണ് സാധാരണ പറയുക. പക്ഷെ ഇവർക്ക് അതിന് കണക്കായിട്ടുള്ള ബേസിന് കിട്ടാൻ പ്രയാസമാണ്. എന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അത് നല്ലോണം ആ ഒരു ഉപ്പും ഇതെല്ലാം ആകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് പെയിന് റിലീഫാവും. അതിന് വേണ്ടിയിട്ട് ഇനി എണീച്ച് നോക്കിയാൽ ഉഷാറായിട്ട്. കൈയൊന്നും കുത്തണ്ട, കൈയൊന്നും സാധാരണ നോർമലായിട്ട് ഒറ്റയടിക്ക്. ഓക്കെ, എന്നിട്ട് അവിടെ നോക്കിയാൽ, എന്നിട്ട് അപ്പുറം പോയിരുന്ന ഇരുത്തത്തിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇരുത്തുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് നോക്കിയാൽ നേരത്തെ പ്രയാസം തോന്നുന്നില്ലല്ലോ. മണങ്ങലെല്ലാം നമുക്ക് അടുത്തതിന് നമുക്ക് റെഡിയാവും. മണങ്ങിയിട്ട് നമ്മൾ വിടും, എന്നാലേ അതിനെക്കൊണ്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ മണങ്ങാണ്ട് എപ്പോൾ ഇങ്ങനെയാക്കിയിട്ട് ഇരുന്നതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. എണീച്ച് നോക്കിയാൽ ഇല്ലേ, നേരത്തെ ആ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. കാലൊന്ന് മടക്കി നോക്കിയാൽ, നേർത്ത് നോക്കിയാൽ വലിയ പ്രയാസമുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് പോയിട്ട് നല്ലോണം ഒന്ന് റെസ്റ്റ് കൊടുക്കണേ. ഇല്ലാണ്ട് ഇരിക്കരുതേ. പേഴ്സ് ബാക്കിൽ വെക്കരുതേ, പേഴ്സ് വെക്കരുത്, ചീർപ്പ് വെക്കരുത്, ചാവി വെക്കരുത്, ടവല് പോലും ബാക്കിൽ വെക്കണ്ട കേട്ടാ. ഒന്നും കൂടി സ്പീഡിൽ നടന്ന് ഇപ്പം നടത്തത്തിലുള്ള ഫീലിംഗ് അറിയുന്നില്ലേ? ഒരു വ്യത്യാസം അറിയുന്നില്ലേ? നേരത്തെ വരുന്ന പോലെ ഇല്ലല്ലോ. ഒന്നുകൂടി ഇരുന്ന് നോക്ക്, ഒക്കെ ആ സ്റ്റൂളിലിരുന്ന് നോക്ക്, അല്ലെ ആ ബെഞ്ചിലിരുന്ന് നോക്ക്. വലിയ പ്രയാസമില്ലല്ലോ. ഓക്കെ.